കിലോമീറ്റർ ഇടുക്കി റോഡിൽ കൂടി പോയാൽ ഒളമറ്റം എന്ന സ്ഥലത്തെത്തും. ഒളമറ്റത്ത് നിന്നും വലത് ഭാഗത്തായി ഉറവപ്പാറയിലേക്കുള്ള വീതി കുറഞ്ഞ ടാർ റോഡ് കാണാം. ആ റോഡിൽ ഏകദേശം 1 കിലോമീറ്റർ പോയാൽ ഉറവപ്പാറയുടെ മുകളിലെത്തും. വാഹനം പാർക്ക് ചെയ്ത് അടച്ചിരിക്കുന്ന ചെറിയ ഗേറ്റും കടന്ന് പാറയുടെ മുകളിലെത്തി. ഉറവപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രശസ്തമാണ്. മഹാഭാരതത്തിലെ പാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും ഉറവപ്പാറയെപ്പറ്റി പ്രചാരണത്തിലുണ്ട്. പാറയുടെ സൈഡിലായി ഒരു ചെറിയ കുളമുണ്ട്. താമര ഇലകൾ നിറഞ്ഞു കിടക്കുന്ന ആ കുളം ഇപ്പോൾ സൈഡുകൾ കെട്ടി ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട്. ഭീമൻ തൻ്റെ കാൽപാദം ശക്തമായി ചവിട്ടിയപ്പോൾ പാറയിൽ ഉത്ഭവിച്ച അരുവി മൂലമാണ് ഉറവപ്പാറ എന്ന പേര് വന്നത് എന്നാണ് ഒരു വിശ്വാസം. പാറയുടെ മുകളിൽ നിന്നും തൊടുപുഴ ടൗണും പരിസരങ്ങളും മൂലമറ്റവും എല്ലാം ഭംഗിയായി കാണാം. ഇന്ന് മഴ പെയ്തുകൊണ്ട് പാറയാകെ നനഞ്ഞു കിടക്കുന്നു. വൈകുന്നേരങ്ങളിൽ മഴയില്ലാത്തപ്പോൾ ഇവിടെ നിന്നും സൂര്യാസ്തമയം കാണാൻ നിരവധി ആളുകൾ എത്താറുണ്ട്. മഴയായതുകൊണ്ടാവാം ഇന്ന് സന്ദർശകരാരും വന്നിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്നുമുള്ള മനോഹര ദൃശ്യങ്ങൾ കാണാനും ഇളം കാറ്റ് കൊള്ളാനുമായി നിരവധി ആളുകൾ വരാറുണ്ട്. സമയം 4 മണി പോലും ആയിട്ടില്ല. എങ്കിലും മഴക്കാറുള്ളതുകൊണ്ടാവാം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു.